വയനാടിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ, കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലെ എം പിമാരൊന്നടങ്കം പ്രതിഷേധിക്കാനായിട്ട് തീരുമാനിച്ചു. അവർ പ്രതിഷേധിച്ചു. പക്ഷേ ബി ജെ പിയുടെ ഒരു എം പി ഉണ്ട്, അതൊഴികെ ബാക്കിയുള്ളവരെല്ലാം. കാരണം ബി ജെ പി എം പിക്ക് ഈ വയനാടിന് ഒന്ന് കിട്ടണമെന്ന് വലിയ താല്പര്യമില്ല. അത് വയനാട്ടിൽ നിന്നല്ലല്ലോ ബി ജെ പി എം പി ജയിച്ചു പോയത്, അതായിരിക്കാം കാര്യം. ഏതായാലും വയനാടിനോട് കാണിക്കുന്ന ഈ അവഗണനയുണ്ടല്ലോ, വളരെ വളരെ ഖേദകരമാണെന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അത് കേരളത്തോട് തന്നെ കാണിക്കുന്ന അവഗണന. കേരളത്തിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും കേന്ദ്ര ഗവൺമെൻറ് തടയുകയാണ് ഓരോന്നും. ഇപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതി അത് ലാഭത്തിൽ പോകേണ്ട ഒരു പദ്ധതിയാണ്. അതിന് തുരങ്കം വെക്കാനായിട്ട്, അത് നഷ്ടത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഇടപാടുകളാണ് അടുത്ത പണി ചെയ്യുന്നത്. കാരണം അതിന് കൊടുത്തേക്കുന്ന വായ്പ എന്നൊക്കെ പറയുന്നത് അത് മുഴുവൻ അതിന് ലാഭവിഹിതം അവർക്ക് വേണമെന്നുള്ളതാണ്. ആ രീതിയിലേക്ക് പോകും ആ കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും അത് പണ്ട് പ്രളയത്തിനും അതുപോലെ തന്നെ വയനാട്ടിലെ ഈ ദുരന്തത്തിനും എയർലിഫ്റ്റ് ചെയ്യാനായിട്ട് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുകൾ വന്നിട്ടുണ്ട്. ആ വന്നതിനെ എല്ലാം കൂടെ ഇപ്പോൾ ഏതാണ്ട് എത്ര 135 കോടിയോ എങ്ങാണ്ട് കേരളം കൊടുക്കണമെന്ന്. അതാണ് ഇതൊക്കെ കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അദ്ദേഹം ഇവിടെ വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കൊച്ചിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോയതല്ലേ? എന്നിട്ട് പറഞ്ഞ ഒരു വർത്തമാനം കൂടെ ഉണ്ട്, പണത്തിൻ്റെ കുറവുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണം കൊടുക്കുമെന്നാണ്. എന്നിട്ട് 5 രൂപ കൊടുത്തു, 5 പൈസ കൊടുത്തില്ലല്ലോ. കൊടുക്കാതാണ് ഈ പണിയെല്ലാം പറയുന്നത്. ഇതുപോലെ പറയുക, ഇത് വളരെ ഒരു ഈ വയനാടിനോട് കാണിക്കുന്നതെന്ന് പറയുന്നത് വലിയ ക്രൂരതയാണ്. അതായത് അത്രത്തോളം അതിതീവ്രമായ ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിനെ ആ രീതിയിൽ ഒന്ന് പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാവത്തില്ല. എന്നാൽ ഇതുപോലെ ഇതിൻ്റെ ഒരു 4/1 പോലും വ്യാപ്തിയില്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടായിടത്തൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൈയച്ച് സംഭാവനയാണ് കൊടുക്കുന്ന പണം ഇഷ്ടം പോലെ കൊടുക്കുക. ഈ കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതി പണമൊന്നും കേരളത്തിൽ നിന്ന് കിട്ടുന്നത് ഇവർക്കാർക്കും അറിയാൻ വയ്യ. കിട്ടുന്നത് വളരെ വലിയ എമൗണ്ടുകളാണല്ലോ അവിടെ ചെല്ലുന്നതൊക്കെ. നമ്മുടെ നികുതി പണമായിട്ടൊക്കെ പോകുന്നത്, ഇൻകം ടാക്സ് ആയാലും മറ്റ് നികുതികളായാലും എല്ലാം പോകുന്നത് അങ്ങോട്ടല്ലേ. ഇതെല്ലാം വാങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് ഉള്ള വീതം, അതിന് ശരിയായ വിഹിതം കേരളത്തിന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത്. ഈ ഫെഡറൽ സംവിധാനത്തിന് വളരെ എതിരായിട്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പണത്തിൻ്റെ കുറവുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഞാനും വിചാരിച്ചു ഏതായാലും ഇഷ്ടംപോലെ പണം ഇപ്പം ഒഴുകുമെന്ന് വിചാരിച്ചു. കണ്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പോയതല്ലാതെ ടാറ്റായും പറഞ്ഞ് പോയി, തീർന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇടപാട് കാര്യം മതിയായി, കഴിഞ്ഞു, ഇനി കുഴപ്പമില്ല എന്നാണ്. എന്നാൽ കേരളത്തിൽ നിന്നൊരു എം പി ഉണ്ട് ബി ജെ പിയുടെ. അത് ഇവിടുത്തെ എല്ലാവരുടെയും വോട്ട് വാങ്ങി ജയിച്ചു പോയ ആളാണല്ലോ. അത് ബി ജെ പിക്കാരുടെ വോട്ട് മാത്രമാണോ ആ എം പിക്ക് കിട്ടിയിട്ടുള്ളത്? അത്രയും ബി ജെ പിക്കാരൊന്നും ഇവിടെ ഇല്ല. എല്ലാവരുടെയും വോട്ട് കൊടുത്താണ് ജയിച്ചു പോയത്. പക്ഷേ അതുമായിക്കൊണ്ട് പോയതിന് ശേഷം, ജയിച്ചു പോയതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം വലിയ സിംഹാസനത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഷേധത്തിന് ആ ബി ജെ പിയുടെ എം പി ഇല്ല. ആലോചിച്ച് നോക്കിക്കോളൂ. കേരളത്തിൻ്റെ ഒരു താല്പര്യം വരുമ്പോൾ, അയാളൊരു മലയാളിയല്ലേ, കേരളത്തിൻ്റെ ഒരു താല്പര്യം വരുമ്പോൾ അയാൾ ആരാ എന്താന്നുള്ളതല്ലല്ലോ, അതിനോടൊപ്പം അയാളും പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത്. കാരണം ഇവിടെ കൊടുക്കുന്നില്ലല്ലോ. അതിന് പകരം അതൊന്നും അനങ്ങാതെ ബാക്കി മൊത്തം എം പിമാർ പ്രതിഷേധിച്ചു. മനസ്സിലാക്കട്ടെ തൃശ്ശൂരുകാർ, അവർ ചെയ്ത ആ പ്രവൃത്തിയുടെ ഗുണം അതെന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഈ എം പി ഒഴിച്ച് ബാക്കി എല്ലാ എം പിമാരും രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിന്ന് അവരതിനു വേണ്ടി പോരാടുകയാണ്, പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ബി ജെ പിയുടെ എം പി ഇല്ല. അപ്പോൾ അത് അദ്ദേഹം കാണിക്കുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഒന്ന് തിരിച്ചറിയണം. കേരളത്തിനോട് കാണിക്കുന്ന ഈ വൈരാഗ്യം ഉണ്ടല്ലോ, അത് ഇനി ഉള്ള ഇലക്ഷനിലും ഇത് പ്രതിഫലിക്കും. അതിൻ്റെ വിവരം ഇവരറിയും. കാരണം ഇനിയിപ്പോൾ ഏതായാലും സുരേഷ് ഗോപി ഒരു തവണ തൃശ്ശൂരിൽ നിന്നിപ്പോൾ ജയിച്ചു, നല്ല രീതിയിൽ നല്ല വിജയമായിരുന്നു. ഇനി അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിരുന്ന് കാണാം. കാരണം ഒരു തവണ അവരബദ്ധം പറ്റി ആൾക്ക് എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. ഇത് ഈ രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിൽ ആ രീതിയിലേ പോവുള്ളൂ. ഒരുപാട് വാഗ്ദാനങ്ങളാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. നേരത്തെ കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരും,
എന്നിട്ട് ഇതുവരെ നമ്മൾ ആരും ഒന്നും കണ്ടില്ല കൊണ്ടുവരുന്നൊന്നും. ഒന്നും വേണ്ട, ഈ കേരളത്തിന് കിട്ടാനുള്ളത് കൊടുത്താൽ മതി, കൂടുതലൊന്നും കൊടുക്കണ്ട. എയിംസ് ഇല്ലെങ്കിലും പോട്ടെ. പക്ഷെ ഇവിടെ നിത്യനിദാന ചെലവിന് പോലും മാർഗമില്ലാതെ ഇവരിയ്ക്കുക കേരളത്തിൽ. അവർക്ക് കിട്ടേണ്ട വിഹിതം ഒരിക്കലും കൊടുക്കത്തില്ല. അതാണിപ്പോൾ. പിന്നെ പണ്ടുള്ളതിന് ഇത് അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ അയച്ചിട്ടേ അതിന് പണം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ പണം വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ. കേരളത്തിലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അയച്ചു കൊടുത്താൽ അത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ലേ. അതിന് പണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കൊടുക്കാതെ ഇരുന്നിട്ട് എന്നാൽ ഇത് കൊടുത്തിട്ട് അത് വാങ്ങിക്കോളൂ. അത് ഒന്നും കൊടുക്കാതെ അത് അങ്ങോട്ട് വാങ്ങിയെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടതാണ് ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ. കേരളത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം ഇത് അത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ആരായാലും ശരി, എല്ലാവരും ഒരുപോലെ തന്നെ അതിനെതിരെ പ്രതിഷേധിക്കണം. ശക്തമായ പ്രതിഷേധം വേണം. കാരണം ഇത്രയും വലിയൊരു അവഗണന ഇവിടെ BJP ഭരിക്കുന്നില്ല, ഗവൺമെൻറ് അല്ല എന്നുള്ളത് കൊണ്ടാണോ ഈ പണി കാണിക്കുന്നത്? മാത്രമല്ല BJPക്ക് ക്ലച്ച് പിടിക്കാനുള്ള ഒരു ഇതൊന്നും കാണുന്നില്ല ഇവിടെ. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ പാലക്കാട് ഇലക്ഷനിൽ പോലും കണ്ടത്. കാരണം BJP MLA ആയിട്ട് മത്സരിച്ച BJPക്ക് സ്ഥാനാർത്ഥിക്ക് ഒരുപാട് വോട്ട് കുറഞ്ഞല്ലോ. അപ്പോൾ അത് മനസ്സ് തിരിച്ചറിയണം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് എതിരെ ഇത് പ്രതിഫലിക്കും, നിങ്ങൾക്കെതിരെ ഇലക്ഷനിൽ പ്രതിഫലിക്കും എന്ന് ഒന്ന് തിരിച്ചറിവ് വേണം. ഇനി അവർക്ക് കേരളം ഇല്ലെങ്കിൽ വേണ്ട, വേറെ ഏതെങ്കിലും ബാക്കിയുള്ള സ്റ്റേറ്റൊക്കെ ഏതെങ്കിലും വിധത്തിൽ കളിപ്പിന് നടത്തിയൊക്കെ എങ്ങനെയായാലും ശരി ഭരണം പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടല്ലോ, അത് മതിയെന്നുള്ളതായിരിക്കാം. ഏതായാലും കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ജനങ്ങളൊന്നാകെ ശക്തമായിട്ട് പ്രതിഷേധിക്കണം. അതാ ചെയ്യേണ്ടത്. ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്, കാരണം തമിഴ്നാട്ടിൽ BJPക്ക് MP ഇല്ല, അപ്പോൾ പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ MP മാത്രമല്ല തമിഴ്നാടിൻ്റെയും കൂടെ MP ആന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരിടത്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞാൽ വേണ്ടില്ല ഇത്. അതുപോലെ തന്നെ ആ കേരളത്തിൻ്റെ കാര്യം ആദ്യം ഒന്ന് നോക്കട്ടെ, അതിനുശേഷം അന്നല്ലോ ഇനി തമിഴ്നാടിൻ്റെ നോക്കിയാൽ പോരെ. തമിഴ്നാടിൻ്റെത് ആയിക്കോട്ടെ, ഒരു വിരോധമില്ല, ആരുടെ MPയോ ആയിക്കോട്ടെ. പക്ഷേ ഈ കേരളത്തിലെ അതൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഈ കേരളത്തിനോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ നിർബന്ധമായിട്ടും ഇതിന് ഈ പ്രത്യേകിച്ച് വയനാടിൻ്റെ ആ ദുരന്തത്തിൽ സഹായം കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധിക്കാൻ ശ്രീ സുരേഷ് ഗോപി മുമ്പോട്ട് വരണം. അതാ വേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം.